എല്ലാവർക്കും നമസ്കാരം. PK ലേണിംഗ്സിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട വസ്തുതകളെയാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ പരിചയപ്പെടുത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ 2 ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വരുന്ന 3ാമത്തെ ക്ലാസ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എന്നുള്ള ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കി. 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ ആഗമനം എങ്ങനെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിൽ ഇടപെട്ടത് എന്നുള്ളതാണ് 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്ത് നമ്മൾ 3ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 2ാമത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് നമ്മൾ 2ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞത്? ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിന് ശേഷം അവര് രാഷ്ട്രീയ ആധിപത്യം ഇന്ത്യയിൽ സ്ഥാപിച്ചു. ആദ്യം പ്ലാസി യുദ്ധത്തിന് ശേഷവും ബക്സാർ യുദ്ധത്തിന് ശേഷവും ബ്രിട്ടീഷുകാർ അവരുടെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുകയും അതിനുശേഷം പതിയെ ഇന്ത്യയിൽ അവർ അവരുടെ സാമ്പത്തിക ആധിപത്യങ്ങൾ സ്ഥാപിക്കുവാൻ തുടങ്ങി. ഇന്ത്യയിൽ എപ്രകാരമാണ് അവർ സാമ്പത്തിക ആധിപത്യങ്ങൾ സ്ഥാപിച്ചത്? അവരുടെ നികുതി നയങ്ങൾ പതുക്കെ ഇന്ത്യക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ശക്തമായ നികുതി കാരണം ഇന്ത്യക്കാർ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ചൂഷണ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ ബ്രിട്ടീഷുകാർ ക്രിയേറ്റ് ചെയ്യുന്നു ഇന്ത്യയിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാമൂഹിക സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും അതിനെതിരായി ജനങ്ങളിൽ നിന്ന് പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ആ പ്രക്ഷോഭങ്ങൾ എപ്രകാരമായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു 1757-ലും 1764-ലും നടന്ന യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ജമീന്ദാർമാർ, കർഷകർ, കരവേലക്കാർ, പട്ടാളക്കാർ, സന്യാസിമാർ തുടങ്ങിയ എല്ലാ ജനവിഭാഗങ്ങളിലും അസംതൃപ്തി പടരുകയും ചെയ്തു. ആർക്കൊക്കെയാണ്? ജമീന്ദാർമാർ, കർഷകർ, കരവേലക്കാർ, പട്ടാളക്കാർ, സന്യാസിമാർ തുടങ്ങിയ എല്ലാ ജനവിഭാഗങ്ങളിലും അസംതൃപ്തി പടരുന്നു. അപ്പൊ ഇത്തരം ജനവിഭാഗങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് വെച്ചാൽ, ഇവരെല്ലാം സമൂഹത്തിന്റെ അടിത്തട്ടിൽ താമസിക്കുന്നവരാണ്. അവര് സമൂഹത്തിന്റെ അടിത്തട്ടിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥകൾ വളരെയധികം ശക്തമായി ബാധിക്കുകയുണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് യാതൊന്നും ചെയ്തില്ല. സ്വാഭാവികമായിട്ടും എന്തായിരിക്കാം, അവരുടെ മേൽ ഒരു പ്രക്ഷോഭത്തിനുള്ള സാധ്യതകളെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ 1763 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ഈ ഒരു സവിശേഷ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ചൂഷണ അധിഷ്ഠിതമായ ഈ ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ആദ്യത്തെ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു തുടങ്ങുകയാണ്. അതിന് നമ്മൾ കോമൺലി സന്യാസി കലാപങ്ങൾ എന്ന് പറയുന്നു. ആ വർഷം ഒന്ന് ഓർത്തു വെക്കുക. 1763 ആരംഭിക്കപ്പെട്ട സമരമാണ് സന്യാസി കലാപം എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ചില വിലക്കുകൾ സന്യാസിമാരെ പ്രകോപിപ്പിച്ചു. അതായത് പുണ്യസ്ഥലങ്ങളെ സന്ദർശിക്കുന്നതിനുള്ള ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ വിലക്കുകൾ സന്യാസിമാരെ പ്രകോപിപ്പിക്കുകയും അതൊരു പ്രക്ഷോഭത്തിന് കാരണമാവുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അതാണോ കാരണം? അല്ല. പകരം ഇന്ത്യയുടെ ആ ഒരു സവിശേഷ സാഹചര്യത്തിൽ എല്ലാവർക്കും നീണ്ടുനിന്ന അസംതൃപ്തി ഒരു പ്രക്ഷോഭത്തിലേക്ക് നയിക്കുന്നു. അതിനൊരു ചെറിയ കാരണം മാത്രമാണ് ഈ പുണ്യസ്ഥലങ്ങളുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ വിലക്കെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെ ക്ഷുഭിതരായ സന്യാസിമാർ 1763 വടക്കൻ ബംഗാളിൽ കലാപം ആരംഭിച്ചു. ക്ഷുഭിതരായ സന്യാസിമാർ 1763 ആയപ്പോൾ വടക്കൻ ബംഗാളിൽ കലാപം ആരംഭിക്കുകയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ഈ കലാപത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അതായത് നമ്മൾ സന്യാസി കലാപം എന്നാണ് പറയുന്നതെങ്കിൽ പോലും അതൊരു മതത്തിൽ അധിഷ്ഠിതമായ സമരമായിരുന്നില്ല. പകരം സമൂഹത്തിലെ ദരിദ്രരായ കർഷകരും ഭൂമി നഷ്ടപ്പെട്ട പ്രഭുക്കന്മാരും ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടപ്പെട്ട പട്ടാളക്കാരും അവരോടൊപ്പം ചേർന്ന് നിന്ന ഒരു മതേതര സമരമായിരുന്നു സന്യാസി കലാപം എന്ന് പറയുന്നത്.
ഈ സന്യാസിമാരോടൊപ്പം തന്നെ ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള കലാപത്തിൽ അണിചേർന്നു. അതായത് സന്യാസിമാരോടൊപ്പം തന്നെ ഫക്കീർമാരും കലാപത്തിൽ അണിചേരുകയും ഇതിനെ സന്യാസി ഫക്കീർ കലാപം എന്നും പറയപ്പെടുന്നു. സന്യാസി ഫക്കീർ കലാപം എന്നും പറയപ്പെടുന്നു. ആരെല്ലാമാണ് നേതൃത്വം നൽകിയത്? ഭവാനി പതക്, മജ്നു ഷാ. വളരെയധികം പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ്. ഭവാനി പതക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഭവാനി പതക്, മജ്നു ഷാ. ഭവാനി പതക്, മജ്നു ഷാ. ഇപ്പൊ തന്നെ അത് പഠിച്ചു പോവുക. വളരെയധികം പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ് സന്യാസി കലാപവുമായി ബന്ധപ്പെട്ട ഈ രണ്ടു പേര്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലിന്റെ പേരാണ് ആനന്ദമഠം. വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ ഓർത്തു വച്ചിരിക്കുക. സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. ക്ലിയർ അല്ലേ? ശരി. അപ്പോൾ ഈ ആനന്ദമഠത്തിൽ നിന്നുമാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലായിട്ടുള്ള ആനന്ദമഠത്തിൽ നിന്നുമാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ആരാണ് വന്ദേ മാതരം രചിച്ചത്? നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. ആ കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഭവാനന്ദൻ. ഭവാനന്ദൻ എന്ന് പറയുന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. അപ്പോൾ വർഷം മനസ്സിലാക്കുക. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സന്യാസി കലാപങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ഇന്ത്യയിൽ കർഷക കലാപങ്ങൾ ആരംഭിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കർഷക കലാപമാണ് നീലം കർഷക കലാപം. 1859 നടന്ന നീലം കർഷക കലാപം എന്ന് പറയുന്നു. നീലം കർഷക കലാപം അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ദിഗംബർ ബിശ്വാസിന്റെയും വിഷ്ണു ബിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. ദിഗംബർ വിശ്വാസിന്റെയും വിഷ്ണു വിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. ഇത് ബംഗാളിൽ ഉടനീളം കലാപം പടർന്നു പിടിച്ചതോടുകൂടി കർഷകർ എന്ത് ചെയ്യേണ്ടു? നീലം കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നു. തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിക്കപ്പെട്ടു. എന്തായിരുന്നു നീലം കലാപത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്? ഇതിനൊരു നിസ്സാരമായിട്ടുള്ള കാരണം മാത്രമേ ഉള്ളൂ. അതായത് ബ്രിട്ടീഷുകാർ കർഷകരെ ഈ ഒരു അമരിച്ചെടി കൃഷി ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. അമരിച്ചെടി എന്ന് പറയുന്ന ചെടി കൃഷി ചെയ്യുവാനായിട്ട് കർഷകരെ നിർബന്ധിക്കുകയും ഈ അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കുവാൻ കഴിയുകയുണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ അമരിച്ചെടിയിൽ നിന്ന് വിൽക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കുവാൻ സാധിക്കുകയുണ്ടായിരുന്നു ഉള്ള ഒരു നിബന്ധന അങ്ങനെ നീലം കർഷക കലാപം എന്ന് പറയുന്ന കൊളോണിയൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരത്തിലേക്ക് നയിക്കപ്പെടുന്നു. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. പിന്നീട് മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിയുകയും ചെയ്തു. കൃത്രിമ ചായം കണ്ടെത്തിയതോടുകൂടി നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരാവുകയും ശക്തമായിട്ടുള്ള സമരങ്ങൾ നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമാവുകയും തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. കൃത്യമല്ലേ? ശരി. അപ്പോൾ ബംഗാളിലെ ഈ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തെ ആസ്പദമാക്കി 1860 ദീനബന്ധുമിത്ര രചിച്ച നാടകത്തിന്റെ പേരാണ് നീൽ ദർപ്പൺ. വളരെയധികം പ്രധാനമുള്ളതാണ് നീൽ ദർപ്പൺ. ആരാണ് രചിച്ചത്? ദീനബന്ധുമിത്ര. 1860 പ്രമേയം എന്തായിരുന്നു? ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കിയാണ് അദ്ദേഹം 1860 ഈ ഒരു നാടകം രചിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു സമരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സാന്താൾ കലാപം എന്ന് പറയുന്നു. നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള ജനതയെ പല തരത്തിലാണ് സ്വാധീനിക്കപ്പെട്ടത്. സ്വാഭാവികമായിട്ടും അവർക്ക് അത്തരത്തിലുള്ള പ്രക്ഷോഭ രീതികൾ ആസൂത്രണം ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഒരു പ്രക്ഷോഭമാണ് സാന്താൾ കലാപം എന്ന് പറയുന്ന ഈ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ചരിത്രത്തെ തന്നെ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു സമരം നമ്മൾ പഠിക്കുകയാണ്. എന്താണ്?
18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്രവർഗക്കാരായ കർഷകരെയാണ് സാന്താൾമാരെന്ന് പറയുന്നത്. ഈ സാന്താളുകൾ താമസിച്ചിരുന്ന കേന്ദ്രങ്ങളെ ദാമിൻ ഇ കോഹ് എന്ന് പറയുന്നു. NCERT ഫാക്റ്റ് ആണ്, ഓർമ്മിച്ചു വെക്കുക. ഈ സാന്താളുകൾ താമസിച്ചിരുന്ന കേന്ദ്രങ്ങളെ ദാമിൻ ഇ കോഹ് എന്ന് പറയുന്നു. അപ്പൊ ദാമിൻ ഇ കോഹ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയുക, സാന്താളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് എന്താണ്, ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയാണ് നടക്കുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ടും ഈ സാന്താളുകാരുടെ ദേഷ്യം ബ്രിട്ടീഷുകാർക്ക് നേരെ തിരിയുന്നതിന് കാരണമായി. അപ്പോൾ അവർ കാടിന്റെ മക്കളാണ്. അവരുടേതായിട്ടുള്ള ഭൂമിയിൽ അവർ വെട്ടിത്തെളിച്ച് അവർ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നികുതി കൊടുക്കേണ്ടി വരുന്നത് അവരെ സ്വാഭാവികമായിട്ടും ഒരു അസംതൃപ്തിയിലേക്ക് നയിക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ ആരംഭത്തിന്റെ തുടക്കം കുറിക്കുന്നതിന് ഇത് കാരണമാവുകയും അത് തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുമാർ ഒരു പോരാട്ടത്തിന് തുടക്കം കുറിച്ചു. 1855 ഓർത്തു വയ്ക്കുക. 1855 സാന്താളുമാർ ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയും അത് ചരിത്രപ്രസിദ്ധമായ സാന്താൾ കലാപം എന്നുള്ള പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ 2 പേരുടെ പേര് നമുക്കിനി പഠിക്കുവാനുണ്ട്. സിദോവ് കാൻഹു. വളരെയധികം പ്രധാനപ്പെട്ട 2 പേരുകളാണ്, ഓർത്തു വയ്ക്കുക. സിദോവ്, കാൻഹു. ഈ 2 പേരെയും ബ്രിട്ടീഷുകാർ വധിക്കുകയും ആ സമരം പരാജയപ്പെടുകയും ചെയ്തുവെങ്കിലും ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമര ചരിത്രത്തിലെ ഏറ്റവും മികച്ചൊരു അധ്യായമായിട്ട് സാന്താൾ കലാപം മാറുകയും ചെയ്യുന്നു. അപ്പം ഞാൻ ഇതിലില്ലാത്തൊരു ഫാക്റ്റ് നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു ഈ സാന്താൾ വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലായോ? അതായത് ഒരു നിരക്ഷരരായ ഗോത്രവർഗ ജനത ഒരു കാലത്ത് അവർ വെട്ടിത്തെളിച്ച ഭൂമിയിൽ നിന്നും നികുതി പിരിവിനെതിരായിട്ട് സമരം ആരംഭിക്കുകയും ഇന്ന് അതേ വിഭാഗത്തിൽ പെടുന്ന ഒരാള് നമ്മുടെ അതേ രാജ്യത്തിന്റെ പരമാധികാര പൊസിഷനിൽ ഇരിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്ന് വളരെ കൃത്യമായി പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് അതിലുള്ളതല്ല, ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു ബോക്സ് അതുപോലെ എടുത്ത് കോപ്പി ചെയ്ത് ഇതിൽ വച്ചിട്ടുണ്ട്. ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നുമാണ് ഈ ഒരു ഭാഗം എടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അതേപോലത്തെ ബോക്സ് അതേപോലെ ഞാൻ കോപ്പി ചെയ്ത് ഇതിൽ വച്ചിരിക്കുകയാണ്. എന്തിനാണ് ഞാൻ അപ്രകാരം ചെയ്തത്? എനിക്ക് പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, പകരം എന്തിനാണ്? കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതുപോലെ ഒരു ബോക്സ് തരുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതിനു മുന്നേ ഒരു പരീക്ഷയ്ക്ക്, ഇതിപ്പോൾ ഈ കഴിഞ്ഞ വർഷം അവസാനം നടന്ന ഒരു പരീക്ഷയ്ക്ക് ഇതുപോലെ ഒരു ബോക്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇത് തന്നിട്ടുണ്ട്, അതിൻ്റെ താഴെ ഒരു എഴുത്തുകാരൻ്റെയോ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെയോ പേരുണ്ടാകും, അത് കഴിഞ്ഞിട്ട് കൃതിയുടെ പേരുണ്ടാകും. സ്വാഭാവികമായിട്ടും കാണാതെ പഠിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ എഴുത്തുകാരൻ്റെയോ എഴുത്തുകാരിയുടെയോ പേരറിയായിരിക്കും, കൃതിയുടെ പേരും അറിയായിരിക്കും. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചത് എന്താണ്? എഴുത്തുകാരൻ്റെ പേരാണോ ചോദിച്ചത്? അല്ല. കൃതിയുടെ പേരാണോ ചോദിച്ചത്? അതുമല്ല. പിന്നെന്താണ് ചോദിച്ചത്? ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താണ് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യനിലും നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ആൻസറിലും വരും, കാണാതെ പഠിച്ചുകൊണ്ട് പോയാൽ. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് ഉത്തരം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായിരുന്നു ആ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലൊരു ബോക്സ് തന്നിട്ട് ഉർവശി ഭൂട്ടാലിയുടെ ദ അതർ സൈഡ് ഓഫ് സൈലൻസ് അല്ലെങ്കിൽ നിശബ്ദതയുടെ മറുവശം എന്ന് പറയുന്ന പുസ്തകം എന്താണ് പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്താണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാവുന്ന എഴുത്തുകാരൻ്റെ പേരും കൃതിയുടെ പേരും ഇതിലുണ്ട്, ക്വസ്റ്റ്യനിലുണ്ട്. പക്ഷെ പ്രതിപാദ്യ വിഷയം നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അത് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് എന്നുള്ളത്. അപ്പോൾ ഈ ബോക്സ് വളരെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഈ ബോക്സ് മാത്രമല്ല, ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന എല്ലാ ബോക്സും വളരെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി വെക്കുക. എപ്രകാരമാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കുന്നില്ല.
അപ്പോൾ അതിനുശേഷം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളൊക്കെ ആയപ്പോഴേക്കും ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മൂവ്മെൻറ്റ് നടക്കുകയാണ്. ആ മൂവ്മെൻറ്റിൻ്റെ പേരാണ് ഉൽ ഗുലാൻ മൂവ്മെൻറ്റ്. ഉൽ ഗുലാൻ മൂവ്മെൻറ്റ് വളരെയധികം നമുക്ക് പരിചയമില്ലാത്തൊരു പേരാണ് എന്ന് പറയാം. ഉൽ ഗുലാൻ മൂവ്മെൻറ്റ് എന്നാൽ മുണ്ട കലാപം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പരിചയം നമുക്ക് ഈ ഒരു പദവുമായിട്ട് ബന്ധപ്പെടും. എന്താണ് മുണ്ട കലാപം? എന്താണ് സാന്താൾ കലാപം പോലെ ഇന്ത്യയിലെ മറ്റു പല പ്രദേശങ്ങളിലും ഗോത്രജനതയുടെ കലാപങ്ങൾ ഉണ്ടാവുകയും 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി നടന്ന ഒരു ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ എന്ന് പറയുന്നത്. എന്താണ് ഉൽഗുലാൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത്. അതായത് മുണ്ട കലാപം വളരെയധികം പ്രധാനപ്പെട്ടതാണ്, ഓർത്തു വച്ചിരിക്കണം. ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ബിർസ മുണ്ട, ആ പേര് വളരെയധികം ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു നാമമാണ് ബിർസ മുണ്ട. എവിടെയാണ് സ്ഥലം? ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് എന്ത് കലാപത്തിന് നേതൃത്വം കൊടുത്തത്? ഉൽഗുലാൻ കലാപം അല്ലെങ്കിൽ മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയത്. നമുക്കിനി ബിർസ മുണ്ടയുടെ കുറച്ച് ഫാക്റ്റുകൾ മനസ്സിലാക്കാം. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ദിവസ് അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനമായിട്ട് 2021 മുതൽ ഇന്ത്യ ഗവൺമെന്റ് ആചരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ട ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പഹ്ലെ ഗാന്ധി. വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പഹ്ലെ ഗാന്ധി. പേരിൽ 2 ഗാന്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗാന്ധിയെ കുറിച്ചുള്ള പുസ്തകമാണെന്ന് കുത്തിക്കളയരുത്. ഇത് ബിർസ മുണ്ടയുടെ പുസ്തകമാണ്. ഓക്കെ, ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. നമ്മുടെ ജ്ഞാനപീഠ ജേതാവായിട്ടുള്ള മഹാശ്വേതാദേവി രചിച്ച പുസ്തകത്തിന്റെ പേരാണ് ആരണ്യർ അധികാർ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ കലാപത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്? സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാരണങ്ങളുടെ മറ്റൊരു വിഭാഗം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണങ്ങളും. അപ്പോൾ ഇതെല്ലാം കാരണം തന്നെ 1899 ആയപ്പോൾ മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപങ്ങൾ ആരംഭിക്കുകയും പല സ്ഥലങ്ങളിലും വെടിവെപ്പ് ഉണ്ടാവുകയും റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അതോടുകൂടി ബിർസ മുണ്ട തടവിലാവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്നു. കലാപത്തിന്റെ നേതാവായിരുന്ന ബിർസ മുണ്ട തടവിലാവുകയും ബ്രിട്ടീഷുകാരുടെ തടവിൽ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തുകയും അതിനുശേഷം ഇന്ത്യയിൽ കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ കലാപം, ഭീൽ കലാപം, ഖാസി കലാപം തുടങ്ങിയ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന വിവിധ തരം ഗോത്ര കലാപങ്ങളുടെ പേരാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക: കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ കലാപം, ഭീൽ കലാപം, ഖാസി കലാപം തുടങ്ങിയവ. അപ്പൊ നമ്മൾ ഇനി തെക്കേ ഇന്ത്യയിലേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഇത്തരം സമരങ്ങൾ നടക്കുന്ന സമയത്ത്, ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ ഇത്തരം സമരങ്ങൾ നടക്കുന്ന സമയത്ത് ഇന്ത്യ ഒട്ടാകെ നിന്നിരുന്ന ഈ അസംതൃപ്തി പല വിഭാഗങ്ങൾ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകുന്നു. അങ്ങനെ തെക്കേ ഇന്ത്യയിലും ഒരു പ്രക്ഷോഭം നടക്കുകയാണ്. അതിനെ പോളിഗർ കലാപങ്ങൾ എന്നാണ് പറയുന്നത്. പോളിഗർ കലാപങ്ങൾ എന്താണ്? പോളിഗാരി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അത് തെക്കേ ഇന്ത്യയിൽ നമ്മുടെ തമിഴ്നാട് ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ് നമ്മൾ പോളിഗാരി സമ്പ്രദായം എന്ന് പറയുന്നത്. തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥയെയാണ് നമ്മൾ പോളിഗാരി സമ്പ്രദായം എന്ന് പറയുന്നത്. അതായത് പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടാകുന്നത്. അപ്പൊ തെക്കേ ഇന്ത്യയിൽ നമ്മുടെ തമിഴ്നാട് ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ് പോളിഗർ വിഭാഗം എന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന കലാപത്തെയാണ് നമ്മൾ പോളിഗർ കലാപങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് പരിശോധിക്കാം ആരാണ് അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ എന്നുള്ളത്.
തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും. ആരാണ് ആ രണ്ടു പേർ? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എവിടെയാണ്? തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗറായിരുന്ന മരുതുപാണ്ഡ്യനും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പ്രധാന പങ്ക് വഹിച്ച രണ്ട് വ്യക്തികളായിരുന്നു. ഓക്കെ, അപ്പോ ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഉണ്ടായിരുന്നത്. അദ്ദേഹമായിരുന്നു ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും നയിച്ചിരുന്നത്. വീരപാണ്ഡ്യ കട്ടബൊമ്മനായിരുന്നു. അപ്പൊ നികുതി പിരിവിന് നേതൃത്വം നൽകിയിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മൻ പിന്നീടായപ്പോ എന്ത് സംഭവിക്കുകയാണ്? ഈ പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി. അപ്പൊ പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും ധീരനായ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. പകരം എന്ത് ചെയ്യുന്നു? നികുതി പിരിവിനെ ചോദ്യം ചെയ്തു. അതോടുകൂടി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ബ്രിട്ടീഷുകാരുടെ ഒരു ശത്രുവായി തീരുകയും ചെയ്തു. അതായത് അവിടുത്തെ ഭരണാധികാരി ബ്രിട്ടീഷുകാരുടെ കീഴടങ്ങിയെങ്കിലും വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ബ്രിട്ടീഷുകാരെ എതിർത്ത് നിൽക്കുകയും നികുതി പിരിവ് കൂട്ടിയതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തു. അതോടുകൂടി വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിക്കുകയുണ്ടായി. അങ്ങനെ ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധീര രക്തസാക്ഷിത്വങ്ങളിലൊന്നായി ഇവരുടെ മരണങ്ങളെ നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ വെല്ലൂർ കലാപം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപങ്ങളിൽ ഒന്നായിരുന്നു വെല്ലൂർ കലാപം എന്ന് പറഞ്ഞാൽ. ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഏതെന്ന് പറയുന്നത്? വെല്ലൂർ കലാപം എന്ന് പറയുന്നത്. വെല്ലൂർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണ്. ഓർമ്മിച്ചു വെക്കുക, വെല്ലൂർ തമിഴ്നാട്. അപ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. എന്തായിരിക്കും അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്? നോക്കൂ, ഈ വലിയ വലിയ സമരങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് വളരെയധികം ചെറിയ കാരണങ്ങൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്? സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലുണ്ടായ അസംതൃപ്തി പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കാരണം ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ എന്തെങ്കിലും പ്രശ്നം ഇവരെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെയും ട്രിഗർ ചെയ്യപ്പെടുകയാണ്. എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം. അതായത് പെട്ടെന്നുള്ള കാരണം എന്തായിരുന്നു? അവരുടെ വേഷവിധാനങ്ങളിൽ വരുത്തുന്ന മാറ്റമായിരുന്നു പെട്ടെന്നുള്ള കലാപത്തിന്റെ കാരണമെന്ന് പറയുന്നത്. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും പിന്നീടുള്ള ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം ഒരു മാതൃകയായി തീർന്നു. അതിനുശേഷം നമുക്കറിയാവുന്ന ഒരു ഫാക്റ്റ് ഉണ്ട്. ആറ്റിങ്ങൽ കലാപം 1721 നടന്ന നമ്മുടെ തന്നെയായിട്ടുള്ള ആറ്റിങ്ങലിൽ നടന്ന ഒരു കലാപം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് കേരള ചരിത്രത്തിൽ വളരെയധികം വിശദമായി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ നമ്മൾ അത് പറഞ്ഞ് ഇവിടെ സമയം കളയുന്നില്ല. പക്ഷെ ഓർത്തു വയ്ക്കുക, ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട മൂവ്മെന്റുകളിൽ ഒന്നായിരുന്നു നമ്മുടെ കേരളത്തിൽ നടന്ന ആറ്റിങ്ങൽ കലാപവും എന്ന് ദയവായി ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ അതിനുശേഷം നമ്മൾ വളരെ ശക്തമായ സ്ത്രീ മുന്നേറ്റങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. അതില് ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിക്കപ്പെട്ടു. നമ്മൾ വളരെയധികം കൃത്യമായി ഇത്രയും നേരം പറഞ്ഞത് ആരൊക്കെയായിരുന്നു? സമൂഹത്തിന്റെ താഴ്ത്തട്ടിൽ നിൽക്കുന്ന പലതരം ജനവിഭാഗങ്ങളുടെ മേലുണ്ടായ അടിച്ചമർത്തലുകളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രക്ഷോഭങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി അത് പതിയെ പതിയെ ഭരണാധികാരികളിലേക്ക് വ്യാപിക്കുന്നുണ്ട്. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ആ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. വളരെയധികം പ്രധാനപ്പെട്ട ഒരു പേരാണ്, ഓർത്തു വെക്കുക, കിട്ടൂർ റാണി ചെന്നമ്മ എന്ന് പറയുന്നത്. അതായത് എന്തായിരുന്നു? അതൊരു കിട്ടൂർ എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ ഒരു നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു പ്രാദേശിക ഭരണാധികാരിയായിരുന്നു റാണി ചെന്നമ്മ എന്ന് പറയുന്നത്. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ഏതാണ്? മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ
സ്ഥാപിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാവുകയാണ്. അങ്ങനെ ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി. അതായത് ആരാണ്? റാണി ചെന്നമ്മയുടെ ഭർത്താവ്. അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കുവാൻ തീരുമാനിക്കുകയും എന്നാൽ ബ്രിട്ടീഷുകാർ ഇതിന് തടയിടുകയും ചെയ്തു. ഇതിന് കമ്പനി എന്ത് ചെയ്തു? തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അത് നമ്മൾ പറയുന്നുണ്ട്, എന്താണ്? ദത്തവകാശ നിരോധന നിയമം എന്നൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. എന്നാൽ അനൗദ്യോഗികമായി ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഒരു പ്രദേശമായിരുന്നു കിട്ടൂർ എന്ന് പറയുന്നത്. അന്ന് ഈ ഒരു സിസ്റ്റം നിലവിലില്ലായിരുന്നു. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അതേ സിസ്റ്റം പ്രകാരം തന്നെയാണ് അവർ ബ്രിട്ടീഷ് ഇന്ത്യയോട് കിട്ടൂരിനെ കൂട്ടിച്ചേർക്കുകയും പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിക്കുകയും 1829 ആയപ്പോഴേക്കും ആ ധീര വനിത ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ തന്നെ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സമര പോരാട്ടങ്ങൾക്ക് അന്ത്യം കുറിക്കുകയാണ്. അപ്പം ഇന്ത്യയിൽ നടന്ന പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതായത് നിരക്ഷരരായ ഗോത്ര ജനതയുടെ ഇടയിൽ നിന്നും, സന്യാസിമാരുടെ ഇടയിൽ നിന്നും, കർഷകരുടെ ഇടയിൽ നിന്നും, കരവേലക്കാരുടെ ഇടയിൽ നിന്നും, ഭരണാധികാരികളുടെ ഇടയിൽ നിന്നും, പോളിഗാർമാരുടെ ഇടയിൽ നിന്നും, അങ്ങനെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ബ്രിട്ടീഷുകാർ നേരിടുകയും ഇതെല്ലാം കൂടി ചേർന്ന് അവസാനം ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമ്മൾ ഇനി പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററാണ് റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ദയവായിട്ട് അതും കൂടെ ഒന്ന് പരിശോധിക്കുക. അപ്പോൾ ചൂഷണത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്